സമാധാനപരമായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കാലത്ത് 9 മണിക്ക് തുടങ്ങിയ ഒരു സമര പരിപാടിയാണ്. വൈകിട്ട് 3:30 മണിയായിട്ടും ഒരു ഉദ്യോഗസ്ഥനും ഇതിനെതിരെ പ്രതികരിക്കാനോ ഒരു ചർച്ച നടത്തുവാനോ ഞങ്ങൾ തയ്യാറായിട്ട് വന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ പ്രകോപിതരായി, ഇത് യാഥാർത്ഥ്യം തന്നെയാണ്, ഇവിടെയല്ലല്ലോ, എല്ലായിടത്തും നടക്കുന്ന സംഭവമല്ലേ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യാതിരിക്കുമ്പോൾ ഞങ്ങൾ അതിലിടപെടുക തന്നെ ചെയ്യും. ഇനിയും അത് ഉണ്ടാവും. അതിൽ ഇങ്ങനെ പോലീസിനെ വെച്ചുകൊണ്ട് ഞങ്ങൾ അടിച്ചമർത്താമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഇവിടെ ബിഷപ്പിൻ്റെ മുമ്പിൽ മരണം ഞങ്ങൾക്ക് പ്രശ്നമല്ല. ബിഷപ്പാണ് ഇവിടുത്തെ പ്രധാന വിഷയം ബിഷപ്പാണ്. ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ മാന്യമായിട്ട് ചർച്ച നടത്തി. ഞങ്ങൾക്ക് രേഖാമൂലം എഴുതി തന്നതാണ്. എന്താണ് എഴുതി തന്നത്? നാളെ മുതൽ 10 മണിക്കൂർ ചന്ദ്രഗിരി ഡ്രഡ്ജറുടെ പ്രവർത്തനം ആരംഭിക്കും. തിങ്കളാഴ്ച മുതൽ 20 മണിക്കൂർ ഒരു ഓപ്പറേറ്ററെയും കൂടെ വെച്ചിട്ട് 20 മണിക്കൂർ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു എക്സ്കവേറ്ററുടെ എണ്ണം കൂട്ടുമെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങളുമായിട്ടൊരു സമവായത്തിലെത്തിയതാണ്. സമവായത്തിലെത്തിയപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്കറിയാം, ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഒരാളിൻ്റെ കയ്യിൽ നിന്ന് ഒരു കൈപ്പിഴ പറ്റിപ്പോയി. ആ ആവേശത്തിൽ അദ്ദേഹത്തിൻ്റെ കൈയിടിച്ച് ഗ്ലാസ് പൊട്ടി. ഈ ഗ്ലാസ് പൊട്ടിയപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു സമവായത്തിന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് പറഞ്ഞു, സാർ സംഭവിച്ചു, ആ ആളിനെ ഒന്ന് റിലീസ് ചെയ്യുക, കേസൊന്നുമില്ല, നമുക്കൊരു ഒത്തുതീർപ്പിൽ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒറ്റ പിടിവാശിയാണ് ഇന്നലെ രാത്രി ഇവിടെ പോലീസുമായിട്ടും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുമായിട്ടും ഉണ്ടായ ഒരു ഉന്തും തള്ളിലെ ഈ കാര്യങ്ങൾ പോയത്. ഒരിക്കലും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. കാര്യം മേലുദ്യോഗസ്ഥനാണ് അദ്ദേഹം പറയുന്നത് അവർക്ക് അനുസരിച്ചേ പറ്റൂ. പക്ഷേ ഇന്ന് കാണിച്ച പ്രവൃത്തി, ഇത് ഇത്രയും എഴുതി തന്നിട്ട് ഇന്ന് കാണിച്ച പ്രവൃത്തി എന്ന് പറയുന്നത്, ഇദ്ദേഹം ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത്, കാലവർഷം അടുക്കുന്ന സമയത്ത് 27-ാം തീയതി മൺസൂൺ എന്ന് പറയുന്ന സംഭവം ഇവിടെ വരാൻ പോവുകയാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് പോകേണ്ട വഴി ഒരുക്കി തരാമെന്ന് വാക്ക് പറഞ്ഞ് രേഖാമൂലം എഴുതി തന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇന്ന് ഇവിടുത്തെ ഡ്രഡ്ജറിൻ്റെ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ടുണ്ടാവും. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുക്കുവാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടുകയാണ്.